നമുക്ക് തുടങ്ങിയാലോ? 8:03. ഒരു സെക്കൻഡ് സാറേ. വിഷ്ണു ജോയിൻ ചെയ്തിട്ടുണ്ടോ? വിഷ്ണുവിനു ഉണ്ട്. ഓക്കെ എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. മനു വന്നോ? ഹലോ മനു വന്നിട്ടുണ്ട്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ദേവിക സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുകയും സ്വപ്നം കാണിക്കുകയും ലോകത്തെ പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത ശക്തിയാണ്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും അവയെക്കുറിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഈ പരിപാടിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ പുസ്തക നിരൂപണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ മനു മുരളിയുടെ ഛായാമുഖങ്ങൾ എന്ന നോവലിനെയാണ്. സ്വാഗത പ്രസംഗത്തിനായി 1ാം വർഷ BEd മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനി നവനീതയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വായനാശീലം വർദ്ധിപ്പിക്കുകയും അറിവിന്റെ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കലുകൾ കൂടുതൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തക അവലോകന പരിപാടിയിലേക്ക് നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഓരോ പുസ്തകവും ഓരോ ലോകമാണ്. അത് നമ്മെ പുതിയ ആശയങ്ങളിലേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക്, പുതിയ ജീവിത പാഠങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ SNM കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും ചേർന്ന് സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വ്യാഴാഴ്ച വായനാഴ്ചയിലെ ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഛായാമുഖങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീ മനു മുരളിയെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പുസ്തക നിരൂപണം നടത്തുന്നത് 1ാം വർഷ BEd ഗണിതശാസ്ത്ര വിദ്യാർത്ഥിനി മഞ്ജു രാമചന്ദ്രനാണ്. മഞ്ജുവിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയെ വിജയകരമാക്കാൻ സമയം കണ്ടെത്തി പങ്കെടുത്ത എല്ലാ പുസ്തക പ്രേമികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു നവനീത. പുസ്തക നിരൂപണത്തിനായി 1ാം വർഷ BEd മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനിയായ മഞ്ജു രാമചന്ദ്രനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മഞ്ജു രാമചന്ദ്രൻ. ഞാൻ SNM ട്രെയിനിങ് കോളേജിലെ ഫസ്റ്റ് ഇയർ BEd മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ശ്രീ മനു മുരളി എഴുതിയ ഛായാമുഖങ്ങൾ എന്ന നോവലിലെയാണ്. മാൻകൈൻ ലിറ്ററേച്ചറാണ് ഈ പുസ്തകത്തിന്റെ പ്രസാധകർ. 96 പേജുകളുള്ള ഈ പുസ്തകം സാധാരണയായി നമ്മൾ കാണുന്ന രണ്ടുപേർ അവസാനം ഒരുമിക്കുമ്പോൾ പൂർണ്ണതയിലെത്തി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രണയമല്ല വായനക്കാർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. മറിച്ച് 20 അധ്യായങ്ങളിൽ പൂർണ്ണബോധത്തോടെ പരസ്പരം വിട്ടുപിരിഞ്ഞുകൊണ്ട് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിലെത്തുന്ന ഒരു വ്യത്യസ്തമായ പ്രണയമാണ് എഴുത്തുകാരൻ നമ്മുടെ മുൻപിൽ എത്തിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ ശ്രീ മനു മുരളി ജീവിതത്തെ ഒരു നദിയോടും കടലിനോടും ഉപമിച്ചിട്ടുണ്ട്. ഒരു അരുവി പോലെ നേർത്തതായും ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഒരു വെള്ളച്ചാട്ടമായും പല ഭാവത്തിൽ ഒഴുകുന്ന ജീവിത നദി പ്രണയമാകുന്ന കവാടം കടന്നാൽ പിന്നെ ഒരു കടലാണ്. വളരെ ശാന്തമായും എന്നാൽ അലകളോടെയും ആഴത്തിലും ചക്രവാളസീമ കഴിഞ്ഞാലുള്ള അനിശ്ചിതത്വത്തിലും അത് പരന്നു കിടക്കുന്നു. ജീവിതത്തിന്റെ ആ വ്യത്യസ്ത സ്വഭാവങ്ങളിൽ മനുഷ്യർ അവരുടേതായ ഒരു താളം കണ്ടെത്തുകയും ചെയ്യുന്നു. കഥാകാരൻ ആമുഖത്തിൽ പറയുന്നത് പോലെ ഒരു നോവലിന്റെ രൂപത്തിലല്ലാതെ ഒരു നോവലയായി ഈ പുസ്തകം എഴുതിയത് കണ്ണടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ട് ജീവിതത്തിലൂടെ മിന്നിമറയുന്നവരുടെ കഥ ഒട്ടും വിരസതയില്ലാതെ വായനക്കാരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. അതേസമയം തന്നെ ചെറുകഥയാക്കാനും വലിയ നോവലാക്കാനുമുള്ള കഥാതന്തുക്കളും കഥാപാത്രങ്ങളും ഈ നോവലയിലുണ്ട്.
കഥ തുടങ്ങുന്നത് വർക്കല ബീച്ചിൽ കടലിനെ ആസ്വദിച്ചു നിൽക്കുന്ന രഘു എന്ന നായകനിൽ നിന്നാണ്. കഥാകാരൻ അത് വിശദീകരിക്കുന്ന രീതി നമ്മളും ആ കടൽ തീരത്ത് നിൽക്കുന്നുണ്ട്, നമ്മുടെ പാദങ്ങളെയും ആ തിരകൾ തഴുകുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് വർക്കല ബീച്ചിൽ 2 ദിവസം അവധി ആഘോഷിക്കാൻ എത്തിയ സ്കൂൾ സുഹൃത്തുക്കളായ രഘു, ചിത്തു, കിരൺ, കാർത്തു, ഷാരി, ജോൺ, അഭി. പിന്നെ കഥയാരംഭത്തിൽ കടലിൽ നിന്ന് കയറി വരികയും കഥയവസാനത്തിൽ കടലിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന സ്വിറ്റ്സർലൻഡുകാരിയായ ആൻഡ്രയ. പ്രധാനമായും രഘുവിന്റെ പൂർവകാമുകി ബെല്ല എന്ന ഇസബൽ. ഇവരൊക്കെയാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വർക്കല ബീച്ചിലെ രാത്രി ആസ്വദിക്കുന്ന സുഹൃത്തുക്കൾക്കിടയിൽ നിന്ന് വഴുതി മാറുന്ന രഘുവാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. അവിടെ വച്ച് കണ്ടുമുട്ടുന്ന രഘുവും ബെല്ലയും തങ്ങളുടെ പ്രണയകാലത്തെ നല്ലതും ചീത്തയുമായ ഓർമ്മകൾ പുതുക്കുന്നു. ആഴത്തിലുള്ള ഒരു പ്രണയബന്ധത്തിനിടയ്ക്ക് പെട്ടെന്നൊരു ദിവസം ഒരു കാരണവും പറയാതെ ബെല്ല അപ്രത്യക്ഷയായി. അതിൽ വളരെ വിഷമിച്ച് മനസ്സ് പിടിവിട്ടു പോകുന്ന അവസ്ഥയിലെത്തിയ രഘുവിന് ഒരു താങ്ങായി എത്തിയത് അവന്റെ സുഹൃത്തായ ചിത്തു ആണ്. തന്റെ പ്രണയം നിരസിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നോ തങ്ങൾ ഒന്നാവാഞ്ഞത് എന്തുകൊണ്ടെന്നോ അറിയാതെ ജീവിക്കേണ്ടി വന്ന രഘുവിന് ആ കഠിനമായ വേർപിരിയലിന് വർഷങ്ങൾക്ക് ശേഷം വർക്കല ബീച്ചിൽ വെച്ച് ഒരു ക്ലോഷർ ലഭിക്കുകയാണ്. അതേസമയം വീണ്ടും ബെല്ലയുമായുള്ള കണ്ടുമുട്ടൽ വിരഹത്തിന്റെ കനലിൽ നീറിയ ആ കാലഘട്ടത്തിന് ശേഷം തിരികെ ജീവിതത്തിലേക്ക് നീന്തി കയറി വന്ന രഘുവിനെ നഷ്ടപ്രണയത്തിന്റെ കയത്തിലേക്ക് വീണ്ടും തള്ളിയിടുമോ എന്ന് ചിത്തു ആകുലപ്പെടുന്നു. പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന സത്യത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്ന രഘുവും ബെല്ലയും ആ കടൽ തീരത്ത് ഇങ്ങനെ എഴുതുന്നു: വരികയില്ല എന്നറിഞ്ഞും നിൻ വരവും കാത്തിരിക്കുകയാണ് എന്നിലെ വർഷവും വേനലും വസന്തവും. ഇങ്ങനെ വാക്കുകൾ ചേർത്ത് പ്രണയാർദ്ര വരികൾ ചമച്ച് വർക്കല തീരത്തിരുന്ന് അവർ ഒരു രാത്രിയെ രുചിച്ചു. ഒരുമിച്ച് ദീർഘനേരം സമയം ചിലവഴിച്ചതിന് ശേഷം ബെല്ലയെ കണ്ടുമുട്ടിയ ഹോട്ടൽ ബീച്ച് സ്റ്റോറീസിന്റെ മുൻപിൽ അവളോടൊപ്പം തിരിച്ചെത്തിയ രഘുവിന് ആ നിമിഷം തിരിച്ചറിവിൻ്റെതുകൂടിയായിരുന്നു. അവൾ എന്ന കടങ്കഥയ്ക്ക് ഈ ജന്മത്തിൽ അവനൊരു ഉത്തരം ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ്. പിന്നെ പറയാത്ത കാരണങ്ങളുമായി ബെല്ല അകന്നുപോയി. ഒരു റൈറ്റ് പേഴ്സൺ റോങ് ടൈം എന്ന ഫീലിംഗ് ആണ് എനിക്ക് ഈ കഥയിൽ നിന്ന് ലഭിച്ചത്. മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഏതൊരു സാധാരണ പ്രണയവും പോലെ ഇവരും അവസാനം ഒരുമിച്ചേനെ എന്നൊരു വായനക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു. പലതരം പ്രണയങ്ങൾ ഈ നോവലയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് രഘുവിന്റെയും ബെല്ലയുടെയും വിട്ടുപിരിയലിന്റെ പ്രണയം. മറ്റൊന്ന് ചിത്തുവിന്റെയും അവളുടെ ഭർത്താവിന്റെയും ഇടയിലുള്ള പ്രണയമാണ്. ചിത്തു ഗർഭിണിയാണ്. ഇസബെല്ലയുമായി സമയം ചിലവഴിക്കാൻ പോയ രഘു തന്റെ ആ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വീണുപോകുമോ എന്നോർത്ത് ചിത്തു വ്യാകുലപ്പെടുന്നു. ഈ കാരണം കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്ന ചിത്തുവിനെ അവളുടെ ഭർത്താവ് ആശ്വസിപ്പിക്കുന്നു. വളരെ നിസ്സാര പ്രശ്നങ്ങൾ മൂലവും പരസ്പര വിശ്വാസക്കുറവ് കാരണവും ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ സപ്പോർട്ടീവായ ഒരു ഭർത്താവിനെയും കെട്ടുറപ്പുള്ള ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതും പ്രണയമാണ്, പവിത്രമായ ബന്ധത്തിൽ ഊട്ടിയുറപ്പിച്ച ഒന്ന്. വേറൊന്ന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന ആശയമാണ്. പുഷ്കാർ ഫെയർ കാണുവാൻ പോയ ബാങ്ക് ഉദ്യോഗസ്ഥനും ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുമായ അഭിക്ക് അവിടെ വെച്ച് കണ്ട പരമ്പരാഗത വേഷം ധരിച്ച ഒരു രാജസ്ഥാനി പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു. എന്നാൽ ഒരാളെ കാണുമ്പോൾ തന്നെ പ്രണയം തോന്നുന്നത് എങ്ങനെയാണ് എന്ന ശാരിയുടെ ചോദ്യത്തിന് അഭി ഇങ്ങനെ മറുപടി നൽകുന്നുണ്ട്: ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നത് കണ്ട സ്പോട്ടിൽ തന്നെ മൂക്കും കുത്തി വീഴ എന്നല്ല. ചിലരെ കാണുമ്പോൾ നമുക്ക് അവരെ പറ്റി കൂടുതൽ അറിയാൻ തോന്നും. ആ നിമിഷം അവിടെ എത്തിയത് വരെയുള്ള അവരുടെ കഥ അറിയാൻ തോന്നും. പറ്റുമെങ്കിൽ മാത്രം ഇനി അങ്ങോട്ടുള്ള അവരുടെ യാത്ര എവിടേക്കാണെന്ന് ഒരു കാഴ്ചക്കാരനായി നോക്കി കാണണമെന്ന് തോന്നും. അതിനെ പ്രണയം എന്ന് പറഞ്ഞൂടെ?
പറയാം. ഇത് കേവലം ഫിസിക്കൽ അട്രാക്ഷൻ എന്നതിലുപരി തൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു വ്യക്തിയെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ ആഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. അഭി പറഞ്ഞതുപോലെ കാണുന്നവന്റെ കണ്ണിലാണ് ഭംഗി, അറിയുന്നവന്റെ നെഞ്ചിലാണ് പ്രണയം. പ്രണയത്തോടൊപ്പം തന്നെ വളരെ സുദൃഢമായ പരസ്പര ധാരണയുള്ള സൗഹൃദങ്ങളും കഥാകാരൻ നമുക്ക് മുൻപിൽ വരച്ചിടുന്നുണ്ട്. പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുതലോടെയുമാണ് രഘുവും സുഹൃത്തുക്കളും ഇടപഴകുന്നത്. ഇസബെല്ലുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചിന്തയിൽ മുഴുകിയ രഘുവിന്റെ അടുത്ത് വളരെ ക്ഷമയോടെയാണ് അവർ പെരുമാറുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇടയിലെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും സംശയങ്ങളും വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ സോൾവ് ചെയ്യുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കുന്ന ഇത്തരം ആത്മാർത്ഥ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഭാഗ്യവും അവ വളരെ അമൂല്യമായി സംരക്ഷിക്കേണ്ടതുമാണ്. ആൻഡ്രയ പറഞ്ഞതുപോലെ ശരിയാണ്, ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട, സ്പെഷ്യലായ കുറച്ച് പേരുണ്ടായാൽ മതി. ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. മഴ, കടൽ, രാത്രി സമയം, ടൂറിസ്റ്റുകളാൽ നിറഞ്ഞ രാത്രി ജീവിതം, നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം, മൗനം, സംഗീതം എന്നിവയെല്ലാം പശ്ചാത്തല ഭംഗിക്ക് വേണ്ടി മാത്രമല്ലാതെ കഥാപാത്രങ്ങളുടെ മാനസിക അവസ്ഥയെ ഉൾക്കൊള്ളും വിധം വരികളാൽ കഥാകാരൻ വരച്ചിരിക്കുന്നു. ഇവയുടെ വിവരണം ശരിക്കും ഒരു തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്നത് പോലെ ഈ കഥയെ ആസ്വദിക്കാൻ നമ്മൾക്ക് സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ നമ്മളും ആ ബീച്ചിലും അതിൻ്റെ പരിസരങ്ങളിലും ഉള്ളതായും വായനക്കാർക്ക് അനുഭവഭേദ്യമാകുന്നു. രഘുവിൻ്റെയും ബെല്ലയുടെയും കഥയോടൊപ്പം തന്നെ ശക്തമായ സൗഹൃദങ്ങളും ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയിലെ ജോലിഭാരവും വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലായ്മയും ജീവിതത്തിലെ ഇനി എന്ത് എന്ന അനിശ്ചിതത്വവും എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന ശമ്പളം കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നവരുടെ ജീവിത പ്രാരാബ്ധവും സ്വന്തം പാഷനുമായി മുന്നോട്ടു പോകുവാനുള്ള ആഗ്രഹവുമെല്ലാം കൃത്യമായി ശ്രീ മനു മുരളി അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു IT കമ്പനിയിൽ ഒട്ടും വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കിരൺ എന്ന കഥാപാത്രത്തിന്റെ ജോലിഭാരവും ഫ്രസ്ട്രേഷനും എല്ലാം എനിക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നെ തൻ്റെ സുഹൃത്തുക്കൾ അവരുടെ പാഷനുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റു ചിലർ തനിക്ക് അങ്ങനെ പിന്തുടരാൻ ഒരു പാഷൻ പോലും ഇല്ലല്ലോ എന്ന് ആകുലപ്പെടുന്നു. തൻ്റെ ജീവിതം ഒരു കടല് പോലെ അനിശ്ചിതത്വത്തിലാണെന്ന് രഘു ബെല്ലയോട് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോഴാണ് നാം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പല തീരുമാനങ്ങളും എടുക്കുന്നത് എന്ന് ബെല്ല മറുപടി പറയുന്നു. ഒരു കാര്യത്തിലും അത് തൻ്റെ ജോലിയാണെങ്കിലും പ്രണയമാണെങ്കിലും പെർമനന്റ് കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കാത്ത ഒരു കഥാപാത്രമായാണ് ബെല്ലയെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ബെല്ലയുടെ ഈ മറുപടി തൻ്റെ ജീവിതത്തിലെ പുതിയ ഏടുകൾക്ക് തുടക്കം കുറിക്കുവാനും ഒരിടത്ത് സ്റ്റക്കായാൽ അവിടെ നിന്ന് പുതുവഴികൾ കണ്ടെത്താനുള്ള ഒരു പ്രചോദനമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ എല്ലാം ഉള്ളിൽ പ്രണയമുണ്ട്. നമ്മൾ ജീവിതത്തിൽ അത്രമേൽ സ്നേഹം പങ്കിട്ടവരെ ഒരിക്കലും മറക്കില്ല. രഘു പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ ഒരാൾക്ക് കൊടുത്തതോ നമ്മൾ അനുഭവിച്ചതോ ആയ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടെങ്കിൽ പിന്നീട് അവരോടുള്ള സ്നേഹം ഒരിക്കലും ഇല്ലാതാവില്ല. മൂവ് ഓൺ ചെയ്യുക എന്ന് വെച്ചാൽ സ്നേഹം ഇല്ലാതാവുക എന്ന അർത്ഥമില്ലല്ലോ. സ്നേഹിക്കും, സ്വന്തമാക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കും എന്ന് മാത്രം. സോ നമ്മൾ പ്രണയിച്ചവരുമായിട്ടുള്ള എത്ര മോശപ്പെട്ട അവസ്ഥകൾ ഉണ്ടായിരുന്നാലും അവരെ വെറുക്കുവാനും മറക്കുവാനും നമുക്ക് സാധിക്കില്ല. അവരുമായി പങ്കിട്ട കാര്യങ്ങൾ, അത് വസ്തുക്കളായാലും സംഗീതമായാലും സംഭാഷണങ്ങളായാലും അതുപോലെയുള്ള സമാനമായ മറ്റ് അവസരങ്ങളിൽ അവരുടെ മുഖം വളരെ വേഗത്തിൽ നമ്മുടെ മനസ്സിൽ തെളിയിക്കുന്നു. മഹാഭാരതത്തിലെ ഛായാമുഖി എന്ന കണ്ണാടി പോലെ. എത്ര അനർത്ഥമാണല്ലേ കഥയുടെ പേര്. ഏതൊരു റിലേഷൻഷിപ്പിനും
പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. ഇവിടെ ബെല്ലയുടെയും രഘുവിന്റെയും ജീവിതത്തിൽ അവർ ആദ്യം പിരിഞ്ഞപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. എന്തിനാണ് തന്റെ പ്രണയിനി തന്നെ വിട്ടകന്നത് എന്നറിയാതെ രഘുവിനെ കാരണം ബോധിപ്പിക്കാൻ സാധിക്കാതെ ബെല്ലയും മനസ്സിലൊരു നേരിപ്പോടുമായാണ് കഴിഞ്ഞിരുന്നത്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്തരം സാഹചര്യം അല്ലെങ്കിൽ ഒരവസ്ഥ അവർക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു എന്ന് ഒരു വായനക്കാരി എന്ന നിലയിൽ എനിക്ക് തോന്നി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വർക്കല ബീച്ചിൽ വെച്ച് രഘുവിന് ബെല്ലയുമായിട്ടുള്ള തുറന്നു പറച്ചിലിലൂടെ തന്റെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോപ്പർ ക്ലോഷർ ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവതാളത്തിൽ നിന്ന് ഒരു ക്രമമായ താളത്തിലേക്ക് രഘുവിന്റെയും ബെല്ലയുടെയും ജീവിതം കടക്കുന്നു. പ്രണയം ഉള്ളതുകൊണ്ട് തന്നെയുള്ള മനഃപൂർവമായ വിട്ടുപിരിയലിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് എന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരും. പിന്നെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ നാളെയുടെ പ്രതീക്ഷ പേറുന്നവരാണ്. രഘുവിന് പോലും മുഖത്ത് ഒരു ചിരിയുണ്ട്. ഇത് യുവതയുടെ കഥയാണ്. നമ്മൾക്കെല്ലാം പെട്ടെന്ന് കണക്റ്റ് ആവുന്ന രീതിയിലെ സംഭാഷണ ശൈലിയിൽ എഴുതിയ വളരെ രസമായി വായിച്ചിരിക്കാവുന്ന ഒരു പുസ്തകമാണിത്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഈ പുസ്തകം ശ്രീ മനു മുരളിയുടെ മുൻപിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനി അദ്ദേഹത്തിന് ഒട്ടേറെ സംഭാവനകൾ സാഹിത്യ ലോകത്തിന് നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ ഹീര മിസ്സിനും കൃഷ്ണകുമാർ സാറിനും നന്ദി അറിയിക്കുകയാണ്. എന്നെ ശ്രവിച്ച ഈ മീറ്റിൽ കൂടിയ മറ്റെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു മഞ്ജു. ഛായാമുഖങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ശ്രീ മനു മുരളി ഇന്ന് നമ്മോടൊപ്പം ഈ പരിപാടിയിലുണ്ട്. അദ്ദേഹം തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. ഇപ്പോൾ BIM എഞ്ചിനീയറായി എറണാകുളത്ത് ജോലി ചെയ്യുന്നു. 2019 ആദ്യ നോവലായ സാരംഗി പ്രസിദ്ധീകരിച്ചു. ഇന്ന് ചർച്ച ചെയ്ത ഛായാമുഖങ്ങൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ രചനയാണ്. എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ശ്രീ മനു മുരളി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഹലോ, ഓഡിബിൾ ആണോ? ഹലോ, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മണി. ആദ്യം തന്നെ മഞ്ജുനോട് വലിയൊരു താങ്ക്സ് പറയണം. കാരണം നമ്മൾ എഴുതിയൊരു കൃതി ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരാൾ വിവരിക്കുന്നത് കാണുമ്പോൾ അതിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ച ചില കാര്യങ്ങളടക്കം കണ്ടുപിടിച്ച് അതിനെ വളരെ മനോഹരമായ രീതിയിൽ പറയുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ മഞ്ജു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കഥയിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അതെല്ലാം എന്താ പറയാ, വാക്കാൽ എഴുതി വെച്ചിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ പറയാതെ പറഞ്ഞു പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വളരെ മനോഹരമായിട്ടത് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. പിന്നെ ഹീര മാം വഴിയാണ് പോയിട്ട് വന്നത്. നിങ്ങള് ചെങ്ങമ്പുഴ റീഡേഴ്സ് ക്ലബ് വഴിയുള്ള പരിചയമാണ്. അപ്പോ മാം വഴിയാണ് ഇങ്ങനത്തെ അവസരം കിട്ടിയത്. അപ്പോൾ സെനം കോളേജിനും മാമിനും ആയിട്ട് നന്ദി പറഞ്ഞിട്ട് തുടങ്ങട്ടെ. ഛായാമുഖങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്. ആദ്യം എഴുതിയത് സാരംഗി എന്ന പുസ്തകമായിരുന്നു. 2019 അത് പ്രസിദ്ധീകരിച്ചത്. ഇത് എഴുതുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഒന്നായില്ല, അല്ലെങ്കിൽ പ്രണയം എന്തുകൊണ്ട് തിരിച്ചു കിട്ടിയില്ല എന്നറിയാതെ ജീവിക്കുന്ന ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്. അതിന് പ്രോപ്പറായിട്ടുള്ള ക്ലോഷറോ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഒന്നായില്ല എന്നുള്ള കാരണങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. ആ ഒരു അനിശ്ചിതത്വത്തില് ആ ഒരു ഇരുട്ടത്ത് നിർത്തി ഉള്ള പ്രണയങ്ങൾ എത്ര ഉണ്ട്. അപ്പോ അങ്ങനൊരു കാരണം ഇല്ലാത്ത ഒരു കഥ പറയാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇപ്പോ ആദ്യം നമുക്ക് വായിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഒരാള് തെറ്റുകാരൻ, മറ്റാള് വിക്ടിം, ആ രീതിയിൽ നമുക്ക് മറക്കാൻ വളരെ എളുപ്പമാണ് പല റിലേഷൻഷിപ്സിലും യഥാർത്ഥ ജീവിതത്തില്. പക്ഷെ പലപ്പോഴും പറഞ്ഞതുപോലെ
വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിരിക്കില്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ രഘു എന്ന് പറയുന്ന ഒരു വിക്ടിമും ബെല്ല വില്ലത്തിയും അല്ല, അതുപോലെ അല്ലാതെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ മഞ്ജൂർ പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഇതിലായിരുന്നു. ഒരു റിസ്ക്കും കൂടിയായിരുന്നു. കാരണം പല പുസ്തകം ഇപ്പോൾ വായിച്ച പല ആൾക്കാരും എന്നോട് ആ ഒരു കാര്യവും പറഞ്ഞു, എന്തുകൊണ്ട് എന്നുള്ളൊരു സംഭവം ഇല്ലാത്തതിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോ ആ ഒരു റിസ്ക് എടുത്തുകൊണ്ടൊരു വെറൈറ്റി കഥ എഴുതി നോക്കാം എന്നുള്ളതിലാണ് ചാനലുകളുടെ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മഞ്ഞ് എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് എം ടി സാറിന്റെ. അപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ ഏറ്റവും നല്ലൊരു അതിന്റെ ഏറ്റവും പോയിന്റ് എന്ന് പറയുന്നത് വലിയ ഒരു കഥയായിട്ട് വികസിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ പുസ്തകത്തിലുണ്ട്. കഥാപാത്ര സൃഷ്ടിയാണെങ്കിലും വേൾഡ് ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ട് കൂടി ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് പറയാനാണ് ഇതിനെ ശ്രമിച്ചിട്ടുള്ളത്. അത് വളരെയധികം എന്നെ ആകർഷിച്ച ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നുള്ളൊരു ഇതിൽ. അതുപോലെ തന്നെ അതിനെ ഒരു അനുകരിച്ചിട്ടുള്ളൊരു ഹൃദയസംഭവമാണ് ഇത് വേണമെങ്കിൽ പറയാം. കാരണം ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, ബാക്ക് സ്റ്റോറീസ് പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വായിക്കുന്ന ആൾക്കാരും കഥയുടെ ഒരു ഭാഗമായിട്ട് അവർ ചിന്തിക്കട്ടെ എന്നുള്ള രീതിയിൽ കൂടിയാണ് അങ്ങനെ ഒരു അപ്രോച്ച് എടുത്തത്. ഇപ്പോ ഒരുപാട് കാര്യങ്ങളുടെ, ഒരുപാട് ജീവിതങ്ങളുടെ ഒരു രാത്രിയിലേക്കുള്ളൊരു റിഫ്ലക്ഷനാണ് ഛായാമുഖങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോ ഛായാമുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സിലൗട്ട്സ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ആൾക്കാരെ പറഞ്ഞതുപോലെ രൂപങ്ങളായിരിക്കും, ഛായാമുഖങ്ങളെ പോലെയായിരിക്കും. അവര് ജീവിച്ച് തീർത്തിട്ടുള്ള ജീവിതം നമുക്കറിയില്ല, അവർ തിരിച്ച സിറ്റുവേഷൻസ് നമുക്കറിയില്ല, അവർ കരഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ഒരു പുറത്തുള്ളൊരു ഫിഗർ മാത്രമായിരിക്കും. പക്ഷെ അപ്പോഴും അതിലൊരു ഭംഗിയുണ്ട്. ആ ഭംഗിയാണ് ഓരോ മനുഷ്യരിലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും സത്യം പറഞ്ഞ ഒരു ഛായാമുഖങ്ങൾ പോലെയുള്ളൊരു ഇതാണ്. ബെല്ലയും ഈ പറഞ്ഞത്, ബെല്ല മാത്രമല്ല അതിലത്തെ എല്ലാ ക്യാരക്ടേഴ്സും പറഞ്ഞതുപോലെ ഒരു ഛായാമുഖങ്ങളാണ്. അങ്ങനെ എഴുതിയതിൻ്റെ ഒരു ചെറിയൊരു കഥയാണ് ഛായാമുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വായിക്കപ്പെടുന്നത് കാണാനും ചർച്ച ചെയ്യുന്നപ്പെടുന്നത് കാണാനൊക്കെ വളരെ സന്തോഷം. വായിക്കാത്തവർ വായിക്കണം. എന്നിട്ട് പറ്റുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം, വിമർശനങ്ങൾ പറയണം. തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പറയണം. ഒരു എഴുത്തുകാരൻ രീതിയിൽ വളരെയധികം സഹായിക്കും. അതാണ്. താങ്ക് യു. ഒരുപാട് സന്തോഷം മനു. ഇപ്പോ മഞ്ജു വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അല്ലേ? ഒരു കേട്ടിരുന്നു പോയി സത്യത്തില് പുസ്തകം. പിന്നെ മനുവിന്റെ പുസ്തകം വേറെയും പലരും വിശകലനം ചെയ്തിട്ടുണ്ട്. ബിജി ടീച്ചർ ഇതിലുണ്ട്. ടീച്ചറും അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ടീച്ചറെ സാദരം ക്ഷണിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പറയാം, പുസ്തകം വായിച്ചിട്ടുള്ളവർക്കൊക്കെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവയ്ക്കാം. പിന്നെ അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ആദ്യത്തെ ഒരു പുസ്തകത്തെ കുറിച്ചും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഒരു സാരംഗി. ആദ്യത്തെ പുസ്തകത്തിന്റെ ഒരു സാരംഗി എന്നാണ്. സാരംഗി ഞാനത് എഴുതാൻ തുടങ്ങുന്നത് ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് എഴുതാൻ തുടങ്ങുന്നത്. അപ്പൊ അത് ഗ്രീൻ ബുക്സ് ആണ് അന്നത് പബ്ലിഷ് ചെയ്തത്. സാരംഗി പറയുന്നത് ഒരു ഗായകന്റെ കഥയാണ്. സിദ്ധാർത്ഥ് രാഘവ് എന്ന് പറഞ്ഞൊരു ഗായകന്റെ അവരുടെ ഒരു ഉദയം, ഒരു ബാൻഡ് ഒക്കെ വരുന്ന അവരുടെ ഉദയം, അവർ പിന്നെ ഒരു ബാൻഡ് എന്നുള്ള രീതിയിൽ അവരുടെ വളർച്ചയും പിന്നെ അവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ നീലഗിരി മലനിരകളുടെ ബേസിൽ ഒരു ജേർണലിസ്റ്റ് വരുന്നതായിട്ടാണ് പറയുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷം
സിദ്ധാർത്ഥ ഇപ്പോൾ പാടുന്നില്ല, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു ഫ്യൂച്ചറിലാണ് പറയുന്നത്, 2037 കാലഘട്ടത്തിലാണ് കഥ തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു ജേർണലിസ്റ്റ്, ഈ പുള്ളിയുടെ ശരത്കാല വസതിയാണ് ഈ ഒരു എന്താ പറയുക, ഒരു ഒക്ടോബർ നവംബർ സമയങ്ങളിലൊക്കെ പുള്ളി താമസിക്കുന്ന ഒരു സ്ഥലമാണ്, പുള്ളിയുടെ വീടാണ് സാരംഗി എന്ന് പറഞ്ഞിട്ട്. ഊട്ടി, നീലഗിരി ആ സ്ഥലങ്ങളിലുള്ള ഒരു വീടാണത്. അവിടേക്ക് പുള്ളിയുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഭരത് എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റ് വരുന്നത്. അവരുടെ സംസാരത്തിലൂടെ പുള്ളിയുടെ കഥ ഭരത്തും വായനക്കാർക്കും പരിചയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കഥയാണ് സാരംഗി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു മനു. ഇനി ബാക്കിയെല്ലാവരും വായിച്ചവരൊക്കെ അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു. ഹിരാമിസ്, മനു, പിന്നിപ്പോൾ അവതരിപ്പിച്ച മഞ്ജു വളരെ മനോഹരമായിട്ട് എല്ലാ ചെറിയ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വായനാഴ്ച വ്യാഴാഴ്ച നല്ല പ്രോഗ്രാം തന്നെയാണ്. പ്രോഗ്രാമിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പിന്നെ നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മഞ്ജു നല്ല രീതിയിൽ തന്നെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം തന്നെ മഞ്ജു അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കഥാകാരൻ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പശ്ചാത്തല ഭംഗിയാണ്. വർക്കലയിൽ ബീച്ചിൽ പോയി അവരൊരു രാത്രി ചെലവഴിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഭവവേദ്യമായിട്ട് തോന്നും. നമ്മളും വെള്ളത്തിൽ ഇറങ്ങിയതുപോലെ ആ മഴ വന്നത്, രാത്രി ആകാശം തെളിഞ്ഞു കിടക്കുന്നത്, തെളിഞ്ഞ ആകാശത്ത് നക്ഷത്രങ്ങൾ നിൽക്കുമ്പോൾ പിന്നെ അവർ രണ്ടുപേരും, ബെല്ലയും രഘു ആണെങ്കിൽ ആകാശം നോക്കി കിടന്ന കാഴ്ച, എന്നിട്ട് പാട്ടിൽ വരികൾ ചേർത്ത് വെച്ച് ഒരു രാത്രി മാത്രം ഒരു 4 വരി കവിതകൾ രചിച്ച് അവർ പിരിഞ്ഞു പോകുന്നതാണ് കഥ. അതിൽ രഘുവിൻ്റെ ചേർത്ത് 2-3 പ്രാവശ്യം വരുന്നൊരു വാക്കാണ് അനിശ്ചിതത്വം. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും രഘു സന്തോഷവാനാണ്. ഉള്ളിൽ വളരെ ദുഃഖിതനായി തോന്നുമെങ്കിലും മറ്റുള്ളവരുടെ പുറമേക്ക് വളരെ സന്തുഷ്ടത നടിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിൽ വരുന്ന കാർത്തു, അബി, പിന്നെ ഓരോ ചിത്തു, ഇവർക്കെല്ലാവർക്കും കഥകളുണ്ട്. മനു അതിനെക്കുറിച്ച് വിശദീകരിച്ചു. അത് ഭംഗിയായി പറയാൻ ഒതുക്കത്തിൽ പറയുന്നതായിരിക്കും ഭംഗി എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഈ 96 പേജിൽ ഈ കഥ ഒതുക്കിയത്. ഏതാണ്ട് 20 അധ്യായങ്ങളിൽ കൂടി ഒരു രാത്രി കടന്നു പോകുന്നത്, ഒരു ചെറിയൊരു വെക്കേഷൻ കഴിച്ചു കൂട്ടുന്നത് പോലെ. വീക്കെൻഡിലെ സൗഹൃദം, അവരൊത്തുകൂടുന്നു. ആ ഒരു രാത്രി അവരെല്ലാവരും കൂടെ സൗഹൃദവും സ്നേഹവും പങ്കുവെക്കുന്നു. അതിൽ നിന്ന് ഇടയ്ക്ക് വഴുതി മാറുന്ന രഘു എന്ന കഥാപാത്രം, അതിൻ്റെ ദുരൂഹതകൾ. ഞാൻ ഈ കഥ വായിച്ചപ്പോൾ തന്നെ മനുവുമായി പങ്കുവച്ചിരുന്നു. ബെല്ല എന്ന കഥാപാത്രം നമുക്ക് തൂവാനത്തുമ്പികളിലെ ക്ലാരയെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെയാണ് ആദ്യം തോന്നിയത്. മറ്റൊന്ന്, രഘു എപ്പോഴും പ്രസന്നനാണെന്ന് തോന്നുന്നത് ആൻഡ്രയ എന്ന കഥാപാത്രത്തെ നോക്കുമ്പോഴൊക്കെ അപ്പോൾ കാണുന്ന എല്ലാ സന്തോഷങ്ങളിലും രഘു കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു മനസ്സാണ്. നമ്മളെല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്താൻ ഓരോ കൊച്ചു കാര്യങ്ങൾക്ക് കഴിയും. ഒരു ആർത്തലച്ച് പെയ്യുന്ന മഴയേക്കാൾ ഒരു നനുത്ത മഴ നനയുന്നതും, അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന മഴ, തണുത്ത കാറ്റ്, പ്രഭാതത്തിൽ ആദ്യം കേൾക്കുന്ന ശബ്ദം, ഇതൊക്കെ കൊച്ചു കാര്യങ്ങളാണ്. പക്ഷെ അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ ഉള്ളിൽ പ്രസന്നത നിലനിർത്താൻ ഈ കൊച്ചു ഘടകങ്ങൾക്ക് കഴിയും. ഈവൻ ഒരു കൊച്ചുകുട്ടി നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലും നമ്മുടെ ഉള്ളിലൊരു ശാന്തതയും സമാധാനവും ഒക്കെ കൊണ്ടുവരും. ആൻഡ്രയ സർഫിങ് ചെയ്യുന്ന കാഴ്ച നോക്കി നിൽക്കുന്ന രഘു പ്രസന്നവനാണ്. ഏറ്റവും കഥയുടെ അവസാനം ആൻഡ്രയ കടലിലേക്ക് ഇറങ്ങി പോവുകയും, നിങ്ങൾ നേരത്തെ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ, എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആൻഡ്രയ മുഖം നൽകാതെ പിന്നെ ആ സർഫിങ് ഇതെടുത്ത് കടലിലേക്ക് ഇറങ്ങി പോവുകയും കുറച്ച് അകലെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ രണ്ടും വിഷ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. എനിക്ക് തോന്നുന്നു ആൻഡ്രയ്ക്കും എന്തൊക്കെയോ പറയാൻ പറ്റാത്ത ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അവർ ആ നിമിഷത്തെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. രഘു തലേ ദിവസം രഘുവിനെ വിട്ടുപോയ ബെല്ലയെക്കുറിച്ച് അല്ല അവിടെ ചിന്തിക്കുന്നത്. അന്ന് രാവിലെ വീണ് കിട്ടിയ ആ പ്രഭാതത്തെ, ആ കാഴ്ചകളിലേക്ക്
ചെറിയ നനുത്ത സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഇന്നത്തെ രഘുവിന്റെ പ്രായം ഞാൻ കണക്കുകൂട്ടിയപ്പോൾ ഒരു 30കളിലൊക്കെ നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ 20s അവരിലെ ഒരു അനിശ്ചിതത്വം എന്നുള്ള വാക്കേ അവരിൽ കൂടിച്ചേരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ പ്രതീക്ഷയൊക്കെ ഉള്ളവരായിരിക്കണം. ഇനിയുള്ള കാലങ്ങളെ അവർക്ക് കവർ ചെയ്ത് പോകാൻ ധാരാളം പ്രതീക്ഷകൾ ആവശ്യമാണ്. അപ്പോൾ രഘുവിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. രഘു മുന്നോട്ട് തന്നെ പോകുന്നതായിരിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈ കഥയുടെ പ്രധാനപ്പെട്ട തന്തുക്കൾ മുഴുവനും കിടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മിന്നാമിനിങ്ങിന്റെ സംഭാഷണം പോലെ ചെറുതായിട്ട് പറയും, എന്താണ് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാക്കുണ്ട്. അതിൽ തന്നെ ഈ കഥയുടെ കൺക്ലൂഷൻ ഉണ്ട്. കാരണം ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണാൻ ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്നതാണ് നക്ഷത്രങ്ങൾ പറയുന്നിടത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റും എന്നൊക്കെ പറയുന്ന പശ്ചാത്തല ഭംഗിക്ക് എഴുതിയിരിക്കുന്ന അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളെ വർണ്ണിച്ചിരിക്കുന്ന ഈ വാക്കുകളിലൊക്കെ മനസ്സും കൂടി വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. രഘുവിന്റെ ആ യൂത്തിന്റെ അതിൽ ഓരോ കഥാപാത്രത്തിന്റെയും മനസ്സുകൂടി ഈ അന്തരീക്ഷവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. എപ്പോഴും വിഷമിച്ചുകൊണ്ട് നിൽക്കുവാണ്. രഘു വരാൻ വൈകുന്നത് എന്താണ് എന്ന് ചിത്തു എന്ന ആ സ്നേഹിത വിഷമിക്കുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നി ചിത്തു അത്രയും വിഷമിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയത് ചിത്തുവും പിന്നെ ഈ രഘുവും തമ്മിൽ എന്തെങ്കിലും അടുപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ലേ, ചിലപ്പോൾ നല്ല സൗഹൃദം മാത്രമായിരിക്കും. എന്നാലും രഘു എവിടെ പോയി എന്നുള്ള ടെൻഷൻ ആ സുഹൃത്തുക്കൾക്ക് കാർത്തൂനുണ്ട്, ചിത്തൂനുണ്ട്, അവരെല്ലാം പങ്കുവയ്ക്കുന്നുമുണ്ട്. പക്ഷെ പിറ്റേ ദിവസം അവരെ കാണുമ്പോൾ പറയാൻ പറ്റിയ ഒരു നല്ല നുണയും കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ രഘു തിരിച്ചു വരുന്നത്. ഒരു പറ്റം ചോദ്യങ്ങളുമായിട്ട് രഘുവിനെ കാത്തിരിക്കുന്ന കൂട്ടുകാരെ ആലോചിച്ചുകൊണ്ട് അവൻ വളരെ സന്തോഷത്തോടു കൂടിയാണ്, ചെറിയ കാൽവെപ്പുകളാണെങ്കിലും അവൻ നടക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. മറ്റൊന്ന്, വർക്കലയിൽ ഒരു കാത്തിരിപ്പ് തീരുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, വർക്കലയിലെ കാത്തിരിപ്പ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ടാണ് ഈ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏത് ഒരു കൊച്ചക്ഷരം പോലും പ്രകാശം നൽകുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നതാകുന്നത് നമുക്ക് വായിക്കുന്നവർക്കും വലിയ സന്തോഷമാണ്. പിന്നെ പൂർത്തീകരിക്കാത്ത പ്രണയം, അങ്ങനെ ഒരു വാക്കില്ല. പ്രണയം എപ്പോഴും എറ്റേണിറ്റി ഉള്ളൊരു വാക്ക് തന്നെയാണ്. അത് പൂർത്തീകരിക്കുന്നുണ്ടോ ഇല്ലെന്നോ, മനസ്സുകൊണ്ട് അവർക്ക് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഒരു കരസ്പർശം മതി, ഒരു ഹസ്തദാനം മതി, നമുക്ക് എല്ലാ തീവ്രതയോടുകൂടി എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് തിരികെ ചെല്ലാൻ. അതൊക്കെ ഇനിയും ബെല്ലയ്ക്കും രഘുവിനും പിന്നെ അവരാ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അതിലേക്ക് എത്താൻ കഴിയും. ഇനിയും വർക്കല മാത്രമല്ല, ഇത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് അവർക്ക് ഒത്തുകൂടാനും അതുപോലെ അവർക്ക് ആ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാനും ഒക്കെ കഴിയുമെന്ന് പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് കഥ അവസാനിക്കുന്നത്. ഛായാമുഖങ്ങൾ എന്നുള്ള പേര് കേട്ടപ്പോൾ മോൾ പറഞ്ഞ പോലെ തന്നെ മഞ്ജു അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് മഹാഭാരതത്തിലെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഛായാമുഖ ആ ദർപ്പണമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാരണം ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ലെറ്റേഴ്സ്, അതിൻ്റെ ഇടയിൽ തന്നെ നിഴൽചിത്രങ്ങളും കൂടിയുണ്ട്. കഥാപാത്രങ്ങളുടെ മങ്ങി മറിഞ്ഞ കാഴ്ചകളൊക്കെ നമുക്ക് ആ മുഖചിത്രങ്ങളിൽ തന്നെ കാണാൻ പറ്റും. മറ്റൊന്ന്, ഇതിലും സംഭാഷണങ്ങളുണ്ട്, വിവരണങ്ങളോടുകൂടി ആ പശ്ചാത്തല ഭംഗി വിവരിച്ചുകൊണ്ട് പോകുന്ന ഒരു റൈറ്റിംഗ് പാറ്റേൺ ആണ്, ഒരു സ്റ്റൈലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ വായിക്കുന്നവരിലേക്ക് സന്നിവേശിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ളതാണ്. അപ്പോൾ കഥയിൽ കൂടി നമ്മളിങ്ങനെ ഒഴുകുക, പെട്ടെന്ന് വായിച്ചു തീരും. പക്ഷെ അവർക്കൊക്കെ എന്തൊക്കെയോ ഇനിയും ബാക്കി നിർത്തിയേക്കുന്ന പോലെ. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് തുടങ്ങാം ഇനി കഥ നീട്ടിയടിച്ച് പരത്തി ഒരു വലിയ നോവൽ പോലെ കൊണ്ടുപോകാം. ഓരോ കഥാപാത്രങ്ങളെ പിന്നെയും പിന്നെ ആഴത്തിൽ കൊണ്ടുപോകാം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം നദി പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുതിച്ചൊഴുകിയും പിന്നെ അരുവി പോലെ നേർത്തതായിട്ടൊഴുകി, എന്നാൽ പ്രണയമെന്ന കടലിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ആർത്തലച്ചുള്ള ഒരു അതിര് കണ്ടെത്തുന്ന ഒരു യാത്ര തന്നെ ഈ കഥയിലെ ഓരോ വാചകങ്ങളിൽ, കഥാപാത്രങ്ങളിൽ, പശ്ചാത്തലത്തിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിമനോഹരമായ കഥ, ചെറിയ സംഭവങ്ങൾ, പക്ഷെ വാചികമായിട്ടും ഒരു അനുഭവവേദ്യമാകുന്ന ഒരു മനോഹരമായ ഒരു ചെറുകഥ, അല്ലെങ്കിൽ ഒരു നോവല്ല എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റും. മനുവിൻ്റെ തുടക്കവും മനു എഴുതിയിരിക്കുന്ന അടുത്ത പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ ഞങ്ങൾ വളരെ താല്പര്യപ്പെടുകയാണ്. മനുവിൻ്റെ ശ്രമത്തെ അഭിനന്ദിക്കുകയാണ്.
മറ്റൊന്ന് മഞ്ജുവിൻ്റെ വിലയിരുത്തൽ വളരെ നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിൽ ഒരു പേജ് പോലും വിടാതെ, ഒരു വാക്ക് പോലും വിടാതെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ വളരെ നന്നായിട്ട് നല്ല ഭാഷയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങൾ. കഥാകാരനും അഭിനന്ദനങ്ങൾ. ഹലോ. ടീച്ചറെ, ഒരുപാട് സന്തോഷം ഇത്രയും വിശദമായിട്ടുള്ള ഒരു എന്താ പറയാ, അതിനെ പറ്റിയൊരു ഇതിന് ഇവിടെ തന്നതില്. നമ്മുടെ ശരത്ത് ഇതിലുണ്ടല്ലോ, ശരത്ത് ഒരു 2 വാക്ക് പറയുമോ? എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ബിജി ടീച്ചർ പറഞ്ഞ പോലെയൊന്നും വിവരിക്കാൻ എനിക്ക് അറിയില്ല. ഞാൻ വായിച്ചിട്ടുണ്ട് മനുവിന്റെ ഛായാമുഖങ്ങൾ. അതില് ഇതിന്റെ തുടക്കത്തിൽ തന്നെ, ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കോട്ടുണ്ട്. ബ്ലെയ്സ് പാസ്കൽ എഴുതിയ അതിമനോഹരമായ ഒരു കോട്ടാണത്. അതിങ്ങനെ പറയുന്നത്: ദ ഹേർട്ട് ഹാസ് ഇറ്റ് റീസൺസ് വിച്ച് റീസൺ നോസ് നത്തിങ് ഓഫ്. ആ കോട്ട് എന്നെ നന്നായിട്ട് ആകർഷിച്ച ഒരു കോട്ടാണ്. ഇതിനു മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കോട്ട് വളരെ പ്രത്യേകതയുള്ള ഒരു കോട്ടാണ്. ബ്ലെയ്സ് പാസ്കൽ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റീഷ്യൻ, ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഈ കോട്ട് വെച്ച് തന്നെ തുടങ്ങിയത് ഈ ബുക്കിനെ ഒന്ന് ആകർഷിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എന്നെ ആകർഷിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മനുമുരളിയുടെ ആദ്യത്തെ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. 2ാമത്തെ ബുക്കാണ് ഇത് വായിച്ചത്. ഇത് വായിച്ച് ഒറ്റയിരിപ്പിൽ തന്നെ എനിക്ക് വായിച്ച് തീർക്കാൻ പറ്റി ഈ പുസ്തകം. ഇത് കേന്ദ്ര കഥാപാത്രമായ രഘുവിലൂടെ കഥ പറയുന്ന ഈ നോവൽ ഒറ്റ നോട്ടത്തിൽ തന്നെ സാമാന്യമായി തോന്നുന്ന ജീവിതരേഖകളിൽ നിന്ന് തന്നെ ഒരു വ്യത്യസ്തമായ അനുഭവ ലോകത്തിലേക്കാണ് വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് ഒരു സ്കൂൾ കൂട്ടായ്മയായിട്ട് എനിക്ക് തോന്നി. യുവജനങ്ങളുടെ ഭാവങ്ങളിൽ നിന്ന് ഉദിച്ചു വരുന്ന ഒരു ജീവിതാനുഭവങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത് കൂടുതലും. മനുവിന്റെ പ്രായം അനുസരിച്ചിട്ട് തന്നെയുള്ള ഒരു കാലഘട്ടമാണ് അതിൽ ചിത്രീകരിച്ചേക്കുന്നത്. വർക്കലയുടെ ഭംഗിയും അതില് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ പുസ്തകം അതിന്റെ ലളിതമായ ഭാഷയും രചനാശൈലിയിലൂടെയാണ് വായനക്കാരനെ പതിയെ ഇതിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നത്. 1 മണിക്കൂർ കൊണ്ട് എനിക്കത് വായിച്ചു തീർക്കാൻ പറ്റി. അതാണ് ഇതില് ഞാനത് അതിന്റെ റിവ്യൂ വന്നത് മനുവിന് ഞാനത് കൊടുക്കുകയും ചെയ്തതാണ്. അപ്പോ എല്ലാവരും ഇത് വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഒരു വരിയും കൂടെ ഞാനൊന്ന് പറയാം. ഇതിനകത്ത് എനിക്ക് ആകർഷിക്കപ്പെട്ട ഒരു വരിയാണ്: ഒന്നോർത്താൽ എല്ലാവരും ഒരു ഛായാമുഖമാണ്. കരഞ്ഞു തീർത്ത കണ്ണീരിനെ പറ്റിയോ പുഞ്ചിരി പകരുന്ന സ്വപ്നങ്ങളെ പറ്റിയോ ആർക്കും ഒന്നും അറിയില്ല. കാണുന്നത് പലപ്പോഴും മങ്ങുന്ന നിറങ്ങളാൽ പെട്ട ഒരു ഇരുണ്ട നിഴലിനെ മാത്രം. അങ്ങനെ പറഞ്ഞ് മനു ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവിധ ഭാവുകളും മനുവിന് നേരുന്നു. താങ്ക് യു. താങ്ക് യു ശരത്. ഇനി ബാക്കിയുള്ളവർക്കും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവുന്നതാണ് മഞ്ജുവിന്റെ അവതരണത്തെക്കുറിച്ചും. മനുവിനോട് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ഈ പുസ്തകം വായിച്ചിട്ടുള്ളവര് ചുരുക്കമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇപ്പോൾ പറഞ്ഞു കേട്ടതിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാവുന്നതാണ്. നമസ്കാരം. ആദ്യം തന്നെ 2 പേർക്കും അഭിനന്ദനം അറിയിക്കുകയാണ്. മനുവിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, പുതിയ തലമുറയുടെ ഒരു പ്രതീകം എന്നുള്ള രീതിയിൽ ഇപ്പൊ പ്രണയം സംഭവിക്കുന്നുണ്ട്, പ്രണയം ചിലത് പിരിഞ്ഞു പോകുന്നുണ്ട്. പ്രണയത്തിനൊരു ക്ലോഷർ ആവശ്യമാണോ? ഇപ്പൊ ഈ കഥയിലും ഉടനീളം അതിനെക്കുറിച്ച് ഒരു സംഭാഷണം വരികയുണ്ടായി. അത്തരം രീതിയിൽ നമ്മളൊരു ക്ലോഷർ കൊടുത്തിട്ട് വേണം ഒരു ബന്ധം അവസാനിപ്പിക്കാൻ. ഇത് പലപ്പോഴും പല സൈക്കോളജിക്കൽ സെഷനിലൊക്കെ സംസാരത്തിൽ വരാറുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ, ബന്ധങ്ങളെ നോക്കിക്കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, യുവത്വത്തിന്റെ പ്രതീകം എന്നുള്ള രീതിയിൽ
മനുവിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഹായ് മാം. ആധികാരികമായിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലോഷർ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് സർക്കംസ്റ്റൻസസിന് അനുസരിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ചില ബന്ധങ്ങൾക്ക് നമുക്ക് എന്താ പറയാ ഒരു ക്ലോഷർ കിട്ടും ഇന്ന കാരണങ്ങൾ കൊണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു മാനസികാവസ്ഥ അനുസരിച്ചിട്ടാണ് നമുക്ക് അതൊരു ക്ലോസർ ആയിട്ട് വേണോ വേണ്ടോ എന്നുള്ളത് എടുക്കാൻ പറ്റുക. ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് കാരണങ്ങൾ അറിയുന്നുണ്ടാവും, പക്ഷെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ അത് എനിക്ക് തോന്നുന്നത് വ്യക്തികൾക്ക് അനുസരിച്ചുള്ളൊരു കാര്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ധാർമ്മികത ഒക്കെ വേണമെങ്കിൽ പറയാം, ക്ലോസർ കൊടുത്തിട്ട് വേണം പോവാനായിട്ട്. ഈ ഒരു ബന്ധം വേർതിരിയുകയാണെങ്കിൽ മറ്റൊരാളെ നിർത്തരുത് എന്നൊക്കെ പറയാം. പക്ഷെ പല സാഹചര്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ ക്ലോഷർ എന്ന് പറയുന്നത് ആൾക്കാർക്ക് അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ട് രീതിയിൽ വരുന്ന പോലെയാണ് തോന്നുന്നത്. ഇപ്പോ ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ എനിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ മേ ബി എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു വാലിഡ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇതൊക്കെ ഒരു റീസൺ ആണോ എന്ന് തോന്നിപ്പോകും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അയാൾക്ക് ഒരിക്കലും ക്ലോസർ കിട്ടിയെന്ന് വരില്ല. അപ്പോ ക്ലോഷർ എന്ന് പറയുന്നത് മറ്റൊരാൾ തരുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്വയം കണ്ടെത്തേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ എന്താ പറയാ, അതിപ്പോ പ്രണയബന്ധത്തിലാണെങ്കിൽ ഏത് ബന്ധങ്ങളിലാണെങ്കിലും ഇപ്പോ ഉദയനാണ് താരം സിനിമയില് പറയുന്നില്ലേ, സരോജിനോട് എല്ലാവരും വന്ന് മാപ്പ് പറയുന്ന ഒരു സീനുണ്ട്, എല്ലാ കഥാപാത്രങ്ങളും വന്ന് മാപ്പ് പറയുന്ന ഒരു സീനുണ്ട് എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഇപ്പൊ മാപ്പ് പറയുന്നത് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അങ്ങനെ ഒരു സീൻ ആ സിനിമയിലും ഇല്ല, ജീവിതത്തിലും അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു വരില്ല. അപ്പോ നമുക്ക് ക്ലോസർ വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് മനസ്സമാധാനം വേണമെങ്കിൽ നമ്മൾ തന്നെ ക്ലോസർ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. മനു, വളരെ സന്തോഷം പങ്കെടുത്തതിൽ കേട്ടോ. ഞാൻ കോളേജിലെ കൃഷ്ണകുമാർ മാഷാണ്. അതുപോലെ മഞ്ജു നന്നായിട്ട് അവതരിപ്പിച്ചു. മഞ്ജു കുറച്ച് ദിവസമായിട്ട് ഇതിന്മേൽ ഇങ്ങനെ പണിയെടുക്കുകയായിരുന്നു. നല്ല രീതിയിൽ അവതരിപ്പിച്ചു. സർവോപരി നമുക്കിങ്ങനെ വായനക്കാരെയും എഴുത്തുകാരെയും ചേർത്ത് ഒന്നിച്ചൊരു വേദിയിൽ എത്തിക്കാൻ പറ്റുന്നൊരു സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മാൻകൈൻഡിന്റെ കുറേ പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏത് വാങ്ങണം എന്നുള്ള ഒരു സംശയമാണ്. ഞാൻ ഇന്നൊരിടത്ത് പോയപ്പോൾ മാൻകൈൻഡിന്റെ ബുക്സ് തന്നെ ഒരു വലിയ ഡിസ്പ്ലേ ആയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പുതിയ കാലത്തെ ഏറ്റവും വമ്പൻ സെയിൽസ് നടത്തുന്നൊരു പബ്ലിഷേഴ്സായിട്ട് അവർ മാറിയിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ ഈ മനുവിൻ്റെ പുസ്തകം അവിടെ കണ്ടിരുന്നു. മനുവിൻ്റെ ഈ ആദ്യത്തെ പുസ്തകം മാൻകൈൻഡ് അല്ല അല്ലേ, ഗ്രീൻ ബുക്സ് ആണെന്ന് പറഞ്ഞു. ഗ്രീൻ ബുക്സ്. ഇപ്പം നേരത്തെ സംസാരിച്ച ടീച്ചറുടെ ബുക്കും ആദ്യം ഇറങ്ങിയത് ഗ്രീൻ ബുക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള നല്ല നല്ല എഴുത്തുകൾ നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട്. ഒരു സംശയം തോന്നിയത് ഈ നോവല്ല എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് ഇതിനെ എത്തിച്ചത് എങ്ങനെയായിരുന്നു? നോവലൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഡിവിഷൻസ് ഉണ്ടല്ലോ. അപ്പം അതിൽ നോവല്ല എന്നാണ് ഇതിനെ കണ്ടത്. എന്തായാലും അതും കൂടെ ഒന്ന് പറഞ്ഞാൽ സന്തോഷം. ബേസിക്കലി അത് ഈ വേർഡ് കൗണ്ട് വെച്ചിട്ടാണ് ഈ നോവൽ അങ്ങനെയാണ് അതിന്റെ റേഞ്ച് വരുന്നത്. അപ്പോ ഈ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഒരു നോവൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് ഞാൻ വായിക്കുന്നത് മഞ്ഞാണ്. ആദ്യമായിട്ട് ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു രചനാ രീതിയും അതിന്റെ ഒരു എന്താ പറയുക, ഒരു കോമ്പാക്ട്നെസ് എന്നൊക്കെ പറയാൻ പറ്റില്ല. അതായത് ചെറുകഥയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകഥയല്ല, എന്നാൽ വളരെ വലിയ രീതിയിൽ വലിച്ചു നീട്ടിയിട്ടില്ല. കഥാപാത്രങ്ങളൊക്കെ എന്നാൽ ഒരു നോവലിന് വേണ്ട രീതിയിൽ അത്രയും ഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം
മുഴുവനായിട്ട് ആ കഥ പറയാതെ കുറെയൊക്കെ വായനക്കാരുടെ എനിക്ക് അവരുടെ ഇമാജിനേഷൻ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടുള്ള ഒരു കഥ പറച്ചിലുള്ള ഒരു എന്തോ ഒരു ബ്യൂട്ടി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈ ചെറിയ വളരെ ലളിതമായിട്ടുള്ള കഥ പറച്ചിലിന് വളരെ വലിയ സ്കെയിലുള്ള കഥ പറച്ചിലിന്റെ ഒരു പേഴ്സണൽ ഒരു ഫാനാണ്. അപ്പോ മഞ്ഞ ആ രീതിയിൽ തന്നെ ആകർഷിച്ച ഒരു കഥയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പോ ആദ്യം ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഇങ്ങനെ വേണമെങ്കിൽ അവരുടെ ബാക്ക് സ്റ്റോറി പറയാം, ബെല്ലയുടെ കഥ പറയാം, രജനിയുടെ കഥ പറയാം, വർക്ക കഴിഞ്ഞിട്ട് അവർ പോയിട്ടുള്ള ബാക്കിയുള്ള കഥ പറയാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് ഈ കഥയുടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി നല്ല രീതിയിൽ കൺവേ ആവുക ഈ ഒരു കോമ്പാക്ട് ആയിട്ട് വെച്ച് കഴിഞ്ഞാലായിരിക്കും തോന്നി. അതുകൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് എത്താം എന്ന് വിചാരിച്ചത്. വേർഡ് കൗണ്ടിനേക്കാളും ഒരു കഥ പറച്ചിലിന്റെ ഒരു സ്വഭാവത്തിലാണ് ആ നോവല വന്നുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും അതൊരു ആകർഷണമായിട്ട് തോന്നി. അപ്പൊ ഇനിയും ധാരാളം എഴുത്തുകൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ മഞ്ജു ഇതുപോലെ ധാരാളം പുസ്തകങ്ങൾ അവതരിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി, സ്നേഹം. നമ്മുടെ ടീച്ചർ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. ചെറിയൊരു പുസ്തക അവതരണമായിരുന്നു. ബിജിലെ ടീച്ചറുടെ പേര്. വെണ്ണല സ്കൂളിലെ ബിജി ടീച്ചറാണ്. ടീച്ചറെ എന്തായാലും ഒരു ദിവസം നേരിൽ കാണാം. ചെറിയൊരു പുസ്തക നിരൂപണമായിരുന്നു അത്. ടീച്ചറുടെ മുഖം ഒന്ന് വേണമെങ്കിൽ കാണിക്കാം. എല്ലാവരും ഒന്ന്. ടീച്ചറുടെ കണ്ണടയെ കാണുള്ളൂ. കുഴപ്പമില്ല ടീച്ചറെ. ഇപ്പൊ കണ്ടു. സന്തോഷം. ഒരു ദിവസം കോളേജിലേക്ക് വരണം, ഞങ്ങളുടെ കോളേജിലേക്ക്. അതെ, എല്ലാ എപ്പിസോഡിലും ചോദിക്കുന്നതാണ്, പുതിയ എഴുത്തിലുള്ളവർക്ക് എന്താണ് മനുവിനുള്ള നിർദ്ദേശങ്ങളും അനുഭവങ്ങളും പറയാനുള്ളത്. എങ്ങനെയാണ് എഴുത്തില് നമുക്കൊന്ന് പുഷ്ടിപ്പെടാൻ, അല്ലെങ്കിൽ എഴുത്തിലേക്ക് എത്തുന്നവർക്ക് ഒരു മാർഗനിർദ്ദേശം പോലെ പറയാനുള്ളത്? മാർഗനിർദ്ദേശം പറയാൻ മാത്രം ഞാനായിട്ടും എനിക്ക് തോന്നുന്നില്ല സർ. എന്താ പറയാ, സിമ്പിളായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ തോന്നുകയാണെങ്കിൽ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും ലളിതമായിട്ട് അതാണ് പറയാനുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. നമുക്ക് അതിനുള്ളൊരു നമുക്കൊരു നമ്മൾ പറയുന്ന കഥ നമുക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് ഒരു ഇതുണ്ട്. അത് വേറെ ആർക്കും, കാരണം നമ്മൾ ജീവിച്ചിട്ടുള്ള ജീവിതവും നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ലോകത്തിൽ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കഥ എന്ന് പറയുന്നത് അതിന്റെ ഒക്കെ ഒരു ആകത്തുകയായിട്ട് വരുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കഥ നമുക്ക് മാത്രമേ തോന്നുള്ളൂ. അത് ആ രീതിയിൽ പറയാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കഥ പറയാൻ തോന്നുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എഴുതുക എന്നുള്ളതാണ്. അത് എങ്ങനെ എഴുതണം, അതിനൊരു ചട്ടക്കൂടൊന്നും ഇപ്പൊ അത് വളരെയധികം ഡിബേറ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താ പറയാ, ഇന്ന ഫോർമാറ്റ്, ആ രീതിയിലുള്ള ഫോർമാറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഏറ്റവും ഈ ഫോർമാറ്റ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ കല എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ അപ്പുറത്ത് നിൽക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ തോന്നുന്ന കഥ നമുക്ക് എഴുതാൻ തോന്നുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ രണ്ടാമത് വരുന്ന സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കല എന്ന് പറയുമ്പോൾ ഈ എന്താ പറയാ, വിമർശനങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ രീതിയിൽ കാണുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് എഴുതാൻ തോന്നുന്നെങ്കിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ എനിക്കങ്ങനെ പറയുന്നത്. ഈ കഥ എഴുത്തല്ലാതെ വേറെ എന്തെങ്കിലും എഴുത്തുകൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പോ ആസ് ഓഫ് നൗ കഥ തന്നെയുള്ളൂ. വേറെ ഒന്നിലേക്കും കടന്നിട്ടില്ല. കടക്കണമെന്നുണ്ട്, ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. സിനിമ അങ്ങനെയുള്ള ചിന്തകളുണ്ടോ? സിനിമാ ചിന്തകളുണ്ടോ?
ചിന്തകളുണ്ട്, പ്രവൃത്തിയിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അത് സാക്ഷാത്കരിക്കട്ടെ. നമ്മുടെ കോളേജിന് അങ്ങനെ ഒരു ഐശ്വര്യമുണ്ട്. നമ്മുടെ കോളേജിൽ അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാലേ പിന്നെ വലിയ എക്സ്പോഷർ ആവും, വലിയ അംഗീകാരങ്ങളൊക്കെ വരും. ഒരു ചോദ്യം കൂടി, ഈ എഴുത്ത് തനിയെ സംഭവിക്കുന്നതാണോ അതോ നമ്മൾ അതിനു വേണ്ടി ഗുസ്തി പിടിക്കുന്നുണ്ടോ, അതിനു വേണ്ടി കുറെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, വൃത്തി പിടിക്കലൊന്നും വരാറില്ല. ഇങ്ങനെ തോന്നും പല ചിന്തകൾ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ചിലത് നമ്മളിങ്ങനെ കൊളുത്തി വലിക്കും, ഇത് കൊള്ളാം എന്നുള്ളൊരു സാധനം തോന്നുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നോക്കും, വളരുന്നുണ്ടോ എന്ന് നോക്കും. എഴുതി തുടങ്ങാന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുകയാണെങ്കിൽ എഴുതും. എഴുതി കഴിഞ്ഞാൽ ചിലതൊക്കെ പാതി വഴിയിൽ വെച്ചിട്ട് നിർത്തും. ഒരു ട്രയൽ ആൻഡ് എറർ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അല്ലാതെ വേറെ രീതിയിൽ ഞാൻ ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എഴുത്തുകാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയുള്ള എഴുത്തുകാരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്ന് എഴുതി അതിന് സമയം മാറ്റി വെച്ച്. ഞാൻ പേഴ്സണലി അങ്ങനെ എഴുതുന്ന ഒരാളാണ്. എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ എഴുതാറുള്ളത്. എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, കഥകൾ ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കും എന്നല്ലാതെ എഴുതാൻ തോന്നുമ്പോഴാണ് അത് എഴുതാറുള്ളത്. എന്തായാലും മനുവിന്റെ ഈ വിനയം, അതുപോലെ സുതാര്യത, തുറന്നു പറച്ചിൽ, അത് വളരെ ഇഷ്ടമായി. മഞ്ജു അതെ, മഞ്ജുവും അങ്ങനെ തന്നെയാണ്. മഞ്ജുവിന് എന്ത് തോന്നി എന്നുള്ളതാണ് അവതരിപ്പിച്ചത്. മഞ്ജു കഴിഞ്ഞ ദിവസം അത് പറയുകയുണ്ടായി. അല്ലാതെ വേറെ റിവ്യൂസ് നോക്കിയിട്ടോ അങ്ങനെയല്ല. മഞ്ജുവിന് വായിച്ചപ്പോൾ എന്ത് തോന്നി, അത് ആ കാര്യത്തില് മനുവിനും വലിയൊരു ഭാഗ്യമായിട്ട് ഈ ലക്കത്തെ കണക്കാക്കാവുന്നതാണ് അല്ലെ. വായനക്കാരൻ അതെ എന്താണ്, അതെ. അല്ലെ, അതൊരു വലിയൊരു സന്തോഷം പകരുന്നതാണ്. ആത്മാംശം വരാറുണ്ടോ എഴുത്തിലേക്ക്? ഇപ്പൊ വർക്കലയിലൊക്കെ പോയിട്ടുണ്ടോ? വർക്കല ബീച്ചിൽ പോയിട്ട് രാത്രി താമസിച്ചിട്ടുണ്ടോ? ഉണ്ട്. വർക്കല വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസ് ആണ്. ഈ കഥയില് ആത്മാംശം ഉണ്ടോ? ബെല്ലയുടെ ഭാഗത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടറിന്റെ ഇതില് അനുഭവങ്ങൾ ഉണ്ടാവാം. അതൊരു ചോദ്യചിഹ്നമായിട്ടിരിക്കട്ടെ. ആ കഥയുടെ തുടക്കത്തില് ഒരു രഘു ബീച്ചിലൂടെ നടന്നു പോകുമ്പോ ഒരു കൂട്ടം സുഹൃത്തുക്കള് ചേർന്നിട്ട് അതിലുള്ള ഒരാളെ മണലിൽ മൂടുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം. അതിൽ ആത്മകഥാംശമുണ്ട്. എന്തായാലും സന്തോഷം. ഒരു ദിവസം കോളേജിലേക്ക് വരണം കേട്ടോ. തീർച്ചയായും. ഉച്ചനേരത്ത് വന്നാൽ നമുക്കൊരു ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തില് പോകാം. ശരത്തും വരണം, ഒന്ന് സംസാരിച്ച് എല്ലാവരും വരണം. സ്വാഗതം. താങ്ക് യു. മനു, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള വർക്ക് ആണല്ലോ, അപ്പൊ ഇതിന്റെ ഇടയിൽ അതെ അതെ. എങ്ങനെയാണ് ഒരു ചിന്തിക്കാനും ഇരുന്ന് എഴുതാനും ഒക്കെ ഒരു സമയം കിട്ടുന്നത്? എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറയാമോ? നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ വരുമ്പോഴാണല്ലോ നമുക്കൊരു എന്താ പറയുക, ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലം വേണം നമുക്ക് തോന്നുന്നത് മെന്റലി. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സേഫ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് ഈ സ്റ്റോറികളെ പറ്റിയിട്ടുള്ള ആലോചിക്കുന്ന സിനിമ കാണുമ്പോഴൊക്കെയാണ്. പ്രഷർ കൂടുന്തോറും ഇതിലേക്ക് പോകാനുള്ള ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള, നമുക്ക് അത്രയും ചെയ്യാൻ ആഗ്രഹം ഉള്ള കാര്യങ്ങൾക്കായിട്ട് നമുക്ക് എപ്പോഴും സമയം ഉണ്ടാവും. അതിന് നമുക്ക് തിരക്ക് ഉണ്ടാവില്ല. നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിക്കാനാണെങ്കിലും പ്രിയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും എപ്പോഴും നമുക്ക് സമയം ഉണ്ടാവും. അതില്ല എന്ന് പറയുന്നത് നമുക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അതിന് നമ്മള് തിരക്കിനെ പഴിച്ചിട്ട് കാര്യമില്ല. സത്യം പറയുകയാണെങ്കിൽ നമുക്കത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്കത് പാഷനാണ് നമ്മുടെ. നമ്മളത് എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളതിന് സമയം കണ്ടെത്തിയിരിക്കും. അതങ്ങനെയാണ് വരിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ കാര്യം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ആൾക്കാർ തിരക്ക് എന്ന് പറയുമ്പോഴും അതിന് സത്യം പറഞ്ഞാൽ ഒരു താല്പര്യക്കുറവാണ് അതിൽ കാണിക്കുന്നത്. ഇപ്പൊ റിലേഷൻഷിപ്സിലാണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളിലും ഇപ്പൊ തിരക്ക് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ മനു, ഇപ്പൊ അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവുമോ? പുസ്തകങ്ങളുടെ ഇടയിലിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ, ലൈബ്രറിയിൽ ഒരു അതിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ?
ഞാൻ ആക്ച്വലി അമ്മയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. ഞാൻ അധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളല്ല. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പോ ആദ്യം ടീച്ചർമാരിങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെ സ്കൂളിലെ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും പങ്കെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റോറി റൈറ്റിംഗ് അങ്ങനത്തെ ഓഫ് സ്റ്റേജ് ഐറ്റംസിനൊക്കെ എല്ലാവരും പങ്കെടുക്കുന്നത് അതൊരു റൂളായിരുന്നു സ്കൂളിൽ. അപ്പൊ അങ്ങനെയൊക്കെ പങ്കെടുക്കുമ്പോൾ ടീച്ചർമാർ പറയും ഇത് കൊള്ളാം എവിടെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ എനിക്ക് എഴുത്തിനോട് അത്രയ്ക്കൊരു താല്പര്യമില്ല. കാരണം എഴുത്ത് അത്രയ്ക്ക് ഗ്ലാമർ ഉള്ളൊരു പരിപാടിയല്ലല്ലോ. സ്കൂളിൽ നമുക്ക് സ്റ്റാർ ആവാൻ പറ്റില്ലല്ലോ. സ്കൂളിൽ സ്റ്റാർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള അങ്ങനത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കണം. അപ്പോ അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് എഴുത്തിനോട് അത്രയ്ക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പൊ ആ സമയത്തൊക്കെ അമ്മ എന്നോട് ഇങ്ങനെ പുസ്തകം വായിക്ക് എഴുതി നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ പക്ഷെ മൈൻഡ് ആക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എനിക്ക് അതിനോട് താല്പര്യം വന്നതുകൊണ്ട് ഇപ്പൊ എന്റെ ഫസ്റ്റ് റീഡേഴ്സ് പറഞ്ഞ അച്ഛനും അമ്മയുമാണ്. ഞാൻ എന്റെ എഴുതി കഴിഞ്ഞാൽ ആദ്യം അവരാണ് വായിക്കുക. ഏറ്റവും വലിയ ക്രിട്ടിക്കും അവർ തന്നെയാണ്. അച്ഛൻ കാര്യമായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് പറയും. അമ്മ പറഞ്ഞതുപോലെ ഓരോരോ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും വായിച്ചാവാറുണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പുസ്തകങ്ങൾ ഈ കഥകളുടെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുക ആ രീതിയിലല്ല എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു മനു. വേറെ ആർക്കെങ്കിലും മനുവിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളാരും ഒന്നും ചോദിച്ചില്ലല്ലോ. തവണ പുറമേ നിന്ന് കുറെ പേരുണ്ട്, അവരും അധികം പേര് ചോദിച്ചില്ല. മനു വളരെ സന്തോഷം കേട്ടോ പങ്കെടുത്തതില്, ഇത്രയും തിരക്കില് വന്നില്ലേ. ഈ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. പ്രത്യേകിച്ചും നമ്മൾ എഴുതിയൊരു കാര്യത്തിൽ ഇങ്ങനെ ഇത്രയും വിശദമായിട്ട് ഒരാള് ആ ഒരു ഇത് കേട്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഇവിടന്റെ ആവാത്ത രീതിയിൽ ഞാൻ ചെറിയൊരു ലെയേർഡ് ആയിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശരിക്ക് മഞ്ജുതൊക്കെ ക്യാച്ച് ചെയ്തിട്ട് പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഇത് കിട്ടിയില്ലോ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. മഞ്ജുവിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല ഇല്ല സാർ, ഇത് വായിച്ചിട്ട് തോന്നിയതാണ് റിവ്യൂ ആയിട്ട് പറഞ്ഞത്. പിന്നെ ആ കിരണിന്റെ ക്യാരക്ടറൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് IT കമ്പനിയിൽ ഒരു കൊല്ലത്താണെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത് നന്നായിട്ട് കണക്ട് ആയുണ്ടായി ആ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ. ഇപ്പൊ മനു സാറിന് ഇതുപോലെ നല്ല വർക്ക് ലൈഫ് ബാലൻസ് പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരു സമയത്തുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ സാർ. അതെ, മഞ്ജു വായിച്ചപ്പോ ആദ്യം പറഞ്ഞ കാര്യം അതന്നെ, ഈ വർക്ക് ലൈഫ് ബാലൻസ്. അത് അതിന്റെ ഒരു നോവലായിട്ട് പറയാം അല്ലെ. അതിന്റെ ഒരു വേദന. നോവൽ ഈ മഞ്ജു നല്ലൊരു എഴുത്തുകാരിയാവും കേട്ടോ സർ. മഞ്ജുവിൽ നല്ലൊരു എഴുത്തുകാരി ഒളിച്ചിരിപ്പുണ്ട്. എഴുതിയാൽ മാത്രം അതെ, മതി. അതാണ് നമ്മള് ഈ പ്രത്യേകിച്ച് ട്രെയിനിങ് കോളേജിലേ അറിയാലോ, ഭയങ്കരമായ പ്രാക്ടിക്കൽ വർക്കുകളും തിയറി പഠനവും പരീക്ഷയും വളരെ ടൈം ബൗണ്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ കുട്ടികൾ എല്ലാ ആഴ്ചയും പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ അപ്പൊ ഇന്ന് മഞ്ജുവിന്റെ സെമിനാർ കൂടിയായിരുന്നു. അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഇത് രണ്ടും കൂടി ഇന്നാള് ചേർന്ന് വന്നപ്പോ ആളത് ഭംഗിയായി രണ്ടും ചെയ്തു. പ്രത്യേക അഭിനന്ദനം മോനെ. താങ്ക് യു മാം. അപ്പൊ മനു പറഞ്ഞ പോലെ തന്നെയായി. അത് നമ്മളെ കൂടുതൽ പോളിഷ് ചെയ്യാണ്. എപ്പോഴും പറയുന്ന പോലെ വായിക്കുന്ന അധ്യാപികയും വായിക്കാത്ത അധ്യാപികയും തമ്മിൽ കാഴ്ചയിലും മനസ്സിലും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ മഞ്ജുവിന് വീണ്ടും വീണ്ടും കൺഗ്രാറ്റ്സ്. മഞ്ജു വയ്യാണ്ടിരിക്കുകയും കൂടി ആയിരുന്നു 2 ദിവസമായിട്ട്. അതിൻ്റെ ഇടയിലാണ് അത് അവതരിപ്പിച്ചതെന്നും കൂടി ഞാൻ പറയാണ്. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇന്ന് വന്ന്. ഇന്നലെയൊക്കെ ശബ്ദത്തിൽ മാറിയിരുന്നു എന്ന് തോന്നുന്നു. ഇന്ന് സൂപ്പറായി. നമ്മുടെ കൺഗ്രാറ്റ്സ്. രാമമോഹനനും ദീപേഷും ഉണ്ടല്ലോ, ഒന്ന് എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടി പറയാവോ? ഇല്ല സാറേ, ഇത് വായിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്താ ഉള്ളത്. അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. ഓക്കെ, താങ്ക് യു. ഒറ്റ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വിടാതെ പോകുന്ന ദീപേഷ്. ഞാൻ
വായിച്ച്, പക്ഷേ പിന്നെ ഈ അവതരണ ശൈലിയും കഥാപാത്രങ്ങളെയൊക്കെ എത്ര അർത്ഥവത്തായിട്ട് അവതരിപ്പിക്കുന്നതൊക്കെ വളരെ എന്താ പറയാ, ലളിതമായിട്ട് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന വളരെ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. പിന്നെ കഥാകാരന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കലൊക്കെ ഇപ്പോൾ യുവതലമുറ നന്നായിട്ട് വായനയുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഇതും കൂടിയാണ്. പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, അപ്പോൾ പങ്കെടുക്കാൻ പറ്റിയ ഒരവസരം കിട്ടിയതിൽ അതിനുള്ള നന്ദി പറയാണ്. ചില ബുക്കുകളൊക്കെ വായിച്ചതേ അങ്ങ് നീങ്ങില്ല. ചിലപ്പോൾ അതിന്റെ വലിപ്പം കൊണ്ടോ പ്രിന്റിങ്ങിലെ കുഴപ്പങ്ങൾ. പക്ഷെ ഈ ബുക്കിന് അങ്ങനെ ഒന്നും പറയാനില്ല. കാരണം ഒരു നല്ല വ്യക്തതയുള്ള നല്ല തെളിഞ്ഞ പേപ്പർ, അതിന്റെ പ്രിന്റിങ്, എഴുതിയിരിക്കുന്ന ആഖ്യാന ശൈലി ഒക്കെ പെട്ടെന്ന് നമ്മൾ അങ്ങ് ഓടിപ്പോവും വായിച്ചാൽ നമുക്ക് അങ്ങ് വേഗം തീർത്തിട്ട് എണീറ്റാൽ മതി എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ കഥ. അതായത് പേന തൊട്ടൊന്നുമല്ല, പേന ഇങ്ങനെ ഒഴുകുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും എളുപ്പം വായിച്ചു പോകാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ ഷെൽട്ടർ ചേട്ടൻ ഉണ്ടല്ലോ, പറയാവോ? എന്തെങ്കിലും സംസാരിക്കാവുന്ന സ്ഥലത്താണോ? സാറേ നമസ്കാരം. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, വായിക്കാതെ നമ്മൾ നിരൂപണം ചെയ്യാൻ. കുറെ കേട്ട് ഞാൻ അതിലേക്ക് വരാം. ഓക്കെ. എഴുത്തുകാരന് എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. മനു നമ്മുടെ കോളേജിന്റെ മുന്നിലെ ഒരു ഷോപ്പിന്റെ ഓണറാണ്. ഷെൽട്ടർ എന്നാണ് പേര്. നല്ലൊരു സംഗീതജ്ഞനും കൂടിയാണ്, നല്ലോണം പാട്ട് പാടും. സർവോപരി നിങ്ങളുടെ ഈ ന്യൂജൻ ബുക്സ് മൊത്തം ആ കടയിൽ വരും. ചൂടപ്പം പോലെ പോവും. ആള് നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ട് ബുക്സ് കൊണ്ടുവയ്ക്കും. ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ബുക്സ് അവിടെ വിൽപ്പനയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെൽട്ടർ. വേഗം തന്നെ ബുക്ക് വായിച്ചോളൂ. അടുത്ത ദിവസം തന്നെ അപ്പൊ മനുവിന്റെ പുസ്തകങ്ങളും അവിടേക്ക് എത്തിക്കാം. ചൂടപ്പം പോലെ പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. സമയം ആരെങ്കിലും പറയുന്നുണ്ടോ? ഇനി പറയണേ. ഞാനുണ്ട്. ആതിര, ഞാൻ ഇതാ കണ്ണൂരിൽ നിന്നുള്ളൊരു ആതിരയാണ് കേട്ടോ. നമ്മുടെ എംഎഡ് ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. അവിടുന്ന് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളതാണ് ആതിര. ആതിര പറയൂ. സിഗ്നൽ എന്തോ പ്രശ്നമുണ്ട്. ആതിര കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം. നല്ല പരിപാടിയായിരുന്നു. അപ്പോഴും കേൾക്കണം എന്ന് വിചാരിക്കും. അപ്പൊ ഇന്ന് എനിക്ക് എന്തായാലും ഓർമ്മയോടെ കയറാൻ പറ്റിയെന്ന് പറഞ്ഞതായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. അവതരണം നല്ലതാണ്. കഥാകൃത്തിന്റെ സാന്നിധ്യം അതിലേറെ നല്ലതാണ്. സന്തോഷം, വളരെ സന്തോഷം. എന്നാ ഇനി വൈൻഡപ്പ് ചെയ്യാന്ന് തോന്നുന്നു അല്ലേ എല്ലാരും? ഓക്കെ, എല്ലാവരും മൂടാനുള്ള പരിപാടിയില്ല. വളരെ സന്തോഷം. വായിക്കാത്തവരൊക്കെ പുസ്തകം വായിക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ബുക്കിൽ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ല വെച്ച് കഴിഞ്ഞാൽ മാമിന്റെ കയ്യിൽ നമ്പറുണ്ട്. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം. അതിപ്പോ നല്ലതാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അതും പറഞ്ഞിട്ട് പറയണം. വിമർശനങ്ങളിലൂടെയാണ് ഒരു കലാകാരൻ വളരുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങളും പറയണം. പോകും.
താങ്ക് യു സർ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി. പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്ദി പറയുന്നതിന് 1ാം വർഷ BEd മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിനി റിൻസിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രതിവാര പുസ്തക നിരൂപണ പരിപാടി സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യമായി തന്നെ ഈ ഒരു പരിപാടിക്ക് അവസരമൊരുക്കി തന്ന SNM ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സായ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ ഹീര മിസ്സിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കൂടുകയും തൻ്റെ എഴുത്താനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത ശ്രീ മനു മുരളി സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഛായാമുഖങ്ങൾ എന്ന നോവല്ല വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച മഞ്ജു രാമചന്ദ്രന് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്ററായ അക്ഷയയ്ക്കും ഈ പരിപാടി സുഗമമായി കൊണ്ടുപോയ മോഡറേറ്റർ സാനിയയ്ക്കും സ്വാഗതം ആശംസിച്ച നവനീതയ്ക്കും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി വിജയമാക്കുന്നതിനായി കൂടെ നിന്ന എല്ലാവർക്കും, കൂടാതെ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും, വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹായ്, ഹലോ. ഒരു കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ചേർത്തോട്ടെ. ഇത് ഞങ്ങളുടെ ഒരു ചങ്ങമ്പുഴ റീഡേഴ്സ് ക്ലബിൻ്റെ സാരഥിയാണ് ശരത്ത്. അപ്പോൾ അവിടെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മളൊരു 4 മണി മുതൽ 6 മണി വരെ ഒരു പുസ്തക ചർച്ചയും വായനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. എറണാകുളം ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവിടേക്ക് വരാം. അപ്പോൾ ശരത്തും ഇതിൽ സംസാരിച്ചിരുന്നു, വിജയ ടീച്ചറും സംസാരിച്ചിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ. മനുവിന് പിന്നെ പ്രത്യേകിച്ച് ഒരു വലിയ ബിഗ് താങ്ക്സ്. താങ്ക് യു.